പ്രിയ കൂട്ടുകാരെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ഒരു നമസ്കാരമുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? മഴയാണോ നിങ്ങളവിടെയൊക്കെ? ഇവിടെ ഭയങ്കര മഴയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഇന്ന് എന്ത് ചെയ്തെന്നോ, ഇന്നൊരു പുതിയ കറി, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു കറിയാണ്. ചിലപ്പോൾ പലരും ചെയ്തിട്ടുണ്ടാവുമായിരിക്കാം, പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ്. പക്ഷേ ഞാൻ മുരിങ്ങയിലും ചക്കക്കുരും ഒക്കെ തോരൻ വെച്ചിട്ടുണ്ട്, പിന്നെ മെഴുക്കുവരട്ടിയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാനൊരു കറിയാണ്. കറി എന്ന് പറയുമ്പോൾ നമ്മൾ ഉടച്ച് വെച്ച് ഞാൻ ഇതുണ്ട വെളുത്തുള്ളിയും ചുമന്ന ഉള്ളിയും ജീരകവും ചതച്ച് തേങ്ങയും കൂടെയൊക്കെ നമ്മൾ ഇച്ചിരി പരിപ്പിന് അരയ്ക്കുന്ന കൂട്ട് അരച്ചിട്ട്, പച്ചമുളക് കാന്താരി മുളകാണ് അരച്ചത് കേട്ടോ, അരച്ചിട്ട് തേങ്ങയും കൂടെ അരച്ച് ചേർത്ത് ഇതിനെ ഞാൻ കുക്കറിൽ വേവിച്ച്, നമ്മുടെ മുരിങ്ങയില ചക്കക്കുരുവും കൂടെ കുക്കറിൽ നന്നായിട്ട് വേവിച്ചിട്ട്, എത്ര വേവിച്ചാലും മുരിങ്ങയില ഇങ്ങനെ ഇതായിട്ടാവില്ല, മഷി പോലെ ആവത്തില്ല, അതിങ്ങനെ ഇരിക്കും. വേറൊരു ഇതാണ്. അങ്ങനെ വേവിച്ച് ഉടച്ചെടുത്തിട്ട് അതിനകത്ത് തേങ്ങ വറുത്തിട്ട്, പിന്നെ എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച്, പിന്നെ നമ്മുടെ ചുവന്നുള്ളിയും കൂടെ ഇട്ട് മൂപ്പിച്ച്, നമ്മുടെ വറ്റൽ മുളകും മൂപ്പിച്ചിട്ട്, പിന്നെ തേങ്ങ തിരുമിയിട്ട് തേങ്ങയും കൂടെ വറുത്ത് ഇട്ട് ഞാൻ കേട്ടോ, തേങ്ങയും കൂടെ വറുത്തിട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇന്നൊരു നല്ല സൂപ്പർ കറിയാണ് കേട്ടോ. കണ്ടിട്ട് ഞാൻ കൂട്ടി നോക്കിയിട്ട് ബാക്കി പറയേ. സൂപ്പറായിരിക്കാം, പക്ഷേ എനിക്ക് കണ്ടിട്ട് നന്നായിട്ടുണ്ട്. ഞാൻ പക്ഷേ ചീര ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ചീരയും ചക്കക്കുരുവും കൂടെ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചുമന്ന ചീര, വെള്ളച്ചീരയും ചുമന്ന ചീരയും. ഈ മുരിങ്ങയില ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. നല്ല കറി നല്ല ഇതായിട്ടുണ്ട് കേട്ടോ, നല്ലതായിരിക്കും. ഞാനൊരു ശകലം ഒന്ന് നോക്കട്ടെ, പിന്നെ ടേസ്റ്റ് എങ്ങനെയെന്ന് നോക്കിയിട്ട്. ചൂടായിരിക്കും കേട്ടോ. കൊള്ളാം കേട്ടോ, നന്നായിട്ടുണ്ട്, സൂപ്പർ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇച്ചിരി ഉപ്പ് വേണം, ശകലം കൂടെ ഉപ്പ് വേണം. നല്ല ടേസ്റ്റ് കേട്ടോ. ഈ ചക്കക്കുരൊക്കെ അങ്ങോട്ട് ഉടഞ്ഞ് ചേർന്നപ്പോഴേ നല്ല, നോക്ക്, ചക്കക്കുരൊക്കെ നല്ല കൊഴുപ്പായിട്ടായിരിക്കും കേട്ടോ. ഇതുപോലെ വെച്ച് നോക്കണേ, നല്ല പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത്. തേങ്ങ ഇട്ട് കടുക് വറുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപ്പ് കറിയൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക്, മത്തങ്ങയൊക്കെ ഉടച്ച് വയ്ക്കുമ്പോൾ നമ്മൾ തേങ്ങ തിരുമ്മി വറക്കൂലേ, അതുപോലെ ചെയ്യണേ. നന്നായിട്ടുണ്ട്. അങ്ങനെ ഇന്നൊരു ചെറിയ കറി ആദ്യമായിട്ട് ഞാനിത് ചെയ്യുന്നത് കേട്ടോ, നന്നായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ശരി, ടാറ്റാ. ഞാനിതുവരെയും കുക്കിങ്ങിൻ്റെ വീഡിയോ കുറേ നാളായിട്ട് ഇടുന്നില്ല. അതിനുള്ള പരുവമൊന്നും അല്ല. പരുവെന്ന് പറയുമ്പോൾ ജോലി വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരമ്മയും അച്ഛനും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ പിന്നെ വലിയ കുക്കിങ്ങൊന്നും ഇല്ല. അവർക്ക് ഏറ്റവും കൂടുതൽ ഉണക്ക മീനാണ്, നെത്തോലിയാണ്. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ അങ്ങ് പോകും. പിന്നെ പക്ഷേ ഇന്ന് ഞാനിത് സ്പെഷ്യലായിട്ട്, ഇന്നലെയൊക്കെ ചക്ക ഉണ്ടായിരുന്നു, ഇന്നത് ചെയ്തുകൊണ്ട് ഞാനൊരു വീഡിയോ കാണിച്ചതാണേ. പിന്നെ ഞാനെടുത്ത വീഡിയോയ്ക്കൊന്നും ഞാൻ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. പക്ഷേ എൻ്റെ സഹോദരങ്ങൾ അതൊക്കെ ചെയ്യുമെന്നുള്ളൊരു വിശ്വാസമാണ് എനിക്ക് കേട്ടോ. നമ്മളൊരു ചെറിയ വീഡിയോ ഇട്ടിട്ട് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഇങ്ങനെയൊന്നും ഞാൻ പറയാറില്ല. പക്ഷേ എൻ്റെ സഹോദരങ്ങൾ അതൊക്കെ ചെയ്യുമെന്നുള്ളൊരു വിശ്വാസമാണ് എനിക്ക് കേട്ടോ. പിന്നെ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഒരു പാട്ട് ഞാൻ പാടിയിരുന്നു, നമ്മുടെ യൂട്യൂബിനകത്ത് ഇട്ടപ്പോഴത്തേക്ക് അതിൽ ആദ്യമായിട്ടാണ് വൻകയൊക്കെ വരുന്നത്. അതിൽ ലൈക്കൊക്കെ എത്ര ഉണ്ടെന്ന് ഞാൻ നോക്കിയിട്ടില്ല. അങ്ങനെ ഒരു ഇതുണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. ഒരു അത് ഒരു വീഡിയോയ്ക്ക് മാത്രമാണ് എനിക്ക് വന്നിരിക്കുന്നത്, ആ ഒരു പാട്ടിന്. പാട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് കേട്ടോ. പാട്ടെന്ന് പറയുമ്പോൾ ഞാനത് അങ്ങോട്ട് കിട്ടുന്നില്ല. കല്യാണ രാവിൻ്റെ അന്ന് തോഴിമാരോടൊത്തു ചേർന്ന്, അങ്ങനെ ഒരു പാട്ട്. എനിക്കിപ്പോൾ തൊണ്ട ശരിയല്ല, അപ്പോൾ അതുകൊണ്ടാണ് പാടാൻ പറ്റത്തില്ല. ഇന്നലെ തന്നെ ഞാൻ ജോലി കഴിഞ്ഞിട്ട് പോകുമ്പോഴത്തേക്ക് വയലിൽ പോകുമ്പോൾ ആ ചെടികളെല്ലാം അങ്ങനെ, ചെടിയല്ല, ഒരു മഞ്ഞ ഉണ്ടല്ലോ, ഒരു മഞ്ഞ ചെടി പോലെ ഉണ്ടല്ലോ, നമ്മുടെ തോട് വാരം പൂത്ത് നിൽക്കും. അങ്ങനെ അതിൻ്റെ ആ പൂ കണ്ടപ്പോൾ എനിക്ക് പാടാൻ തോന്നി. അതൊരു തലയ്ക്കും ദിവസത്തിൻ്റെ മുഹറാമിൻ്റെ ഒരു പാട്ടൊന്നും എനിക്ക് പാടാൻ പറ്റിയില്ല. എനിക്ക് പനി പോലെയൊക്കെ ആയിരുന്നു, തൊണ്ടവേദനയൊക്കെ. പക്ഷേ എനിക്ക് ഇന്നലെ പൂവൊക്കെ കണ്ടപ്പം പാടാൻ തോന്നിയിട്ട് ഞാൻ പാടി. പക്ഷേ കേട്ടവർ ചിരിച്ചിട്ടുണ്ടാവും കേട്ടോ, കാരണം ഒന്നും വരുന്നില്ല. എന്നെ ആരോ അടിച്ച് പാടിക്കുന്ന കൂട്ടുണ്ടായിരുന്നു ഓരോ ശബ്ദങ്ങളും. പിന്നെ ശരി സഹോദരങ്ങളെ, ടാറ്റാ. അപ്പം ഞാൻ പറയുവാണ്, എൻ്റെ വീഡിയോയ്ക്കൊക്കെ ലൈക്ക് തരണം കേട്ടോ, ലൈക്ക് തരണം, ഷെയർ ചെയ്യണം. ടാറ്റാ. ഞാനിപ്പോൾ ഏതാണ്ട് ഒരു 4 വർഷമാവുന്നു വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങിയിട്ട് കേട്ടോ. അപ്പം ടാറ്റാ, ടാറ്റാ.